ഒരുപാട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ്, വളരെ കോമൺ ആയിട്ട്. പക്ഷേ വളരെ അധികം മിസ്റ്റേക്സ് വരുത്തുന്നതും ആണ് ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനഫ് എന്ന വാക്കിനെ കുറിച്ചാണ്. ഇനഫ് എങ്ങനെയാണ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനഫ് ഉപയോഗിക്കുമ്പോൾ മിസ്റ്റേക്ക് വരാൻ കാരണം അത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം എന്നതുകൊണ്ടാണ്. ഇനഫ് എന്ന വാക്കിൻ്റെ മീനിങ് വേണ്ടത്ര, മതി, മതിയാംവണ്ണം എന്നൊക്കെയാണ്. ഇനി എങ്ങനെയാണ് അത് രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നത്? ഇനഫ് എന്ന വാക്ക് ഒരു നൗണിൻ്റെ ഒപ്പം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൗണിന് മുന്നിലാണ് ഉപയോഗിക്കേണ്ടത്, നൗൺ കഴിഞ്ഞിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഇനഫ് പ്ലസ് നൗൺ ആണ്. ഇനഫ് ഫുഡ്, ഫുഡ് എന്നത് ഒരു നൗണാണ്. ഇനഫ് സ്പേസ്, സ്പേസ് എന്നത് ഒരു നൗണാണ്. ഇനഫ് സ്പേസ്. ഇനഫ് ടൈം, ഇനഫ് മണി, അങ്ങനെ. ഇനി ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആഡ്വേർബിന് ഒപ്പം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനഫ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അഡ്ജക്റ്റീവ് ഓർ ആഡ്വേർബ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ഇനഫ് ആണ്. ഫോർ എക്സാമ്പിൾ, വാം ഇനഫ്, വാം. വാം എന്നാൽ ഒരു അഡ്ജക്റ്റീവാണ്, അപ്പോൾ വാം ഇനഫ്. സ്വീറ്റ്, മധുരമുള്ളത്, അതും ഒരു അഡ്ജക്റ്റീവാണ്, അപ്പോൾ സ്വീറ്റ് ഇനഫ്. ക്ലിയർലി, ക്ലിയർലി എന്ന് പറയുമ്പോൾ അതൊരു ആഡ്വേർബ് ആണ്, ഒരു ക്രിയാവിശേഷണം ആണ്. അതിനൊപ്പമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലിയർലി ഇനഫ് ഉപയോഗിക്കുക. വി ഹാവ് ഇനഫ് ഫുഡ് ഫോർ ദ പാർട്ടി. ഇനഫ് ഫുഡ്, കാരണം ഫുഡ് ഒരു നൗണാണ്. നമുക്ക് പാർട്ടിക്ക് വേണ്ടി വേണ്ടത്ര ഭക്ഷണം ഉണ്ട്. വി ഹാവ് ഇനഫ് സ്പേസ് ഇൻ ദ റൂം. നമുക്ക് റൂമിനകത്ത് വേണ്ടത്ര സ്ഥലം ഉണ്ട്. ഇനഫ് സ്പേസ്. വി ഹാവ് ഇനഫ് ചെയേഴ്സ് ഫോർ ഓൾ ദ ഗെസ്റ്റ്സ്. എല്ലാ ഗസ്റ്റുകൾക്കും വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള അതല്ലെങ്കിൽ വേണ്ടത്ര ചെയേഴ്സ്, കസേരകൾ ഉണ്ട്. വി ഹാവ് ഇനഫ് ചെയേഴ്സ് ഫോർ ദ ഗെസ്റ്റ്. ഇറ്റ് ഈസ് വാം ഇനഫ് ഇൻ ദ റൂം. വാം കഴിഞ്ഞിട്ട് ഇനഫ്. റൂമിൽ നല്ല ആവശ്യത്തിനുള്ള ഒരു ആവശ്യത്തിനുള്ള ഒരു ചൂടൊക്കെ ഉണ്ട് എന്നാണ്. ഈസ് യുവർ ടീ സ്വീറ്റ് ഇനഫ്? നിങ്ങളുടെ ടീ ആവശ്യത്തിന് വേണ്ടത്ര മധുരം ഉണ്ടോ? സ്വീറ്റ് ഇനഫ്. The teacher explained the lesson clearly enough for everyone to understand. എല്ലാവർക്കും, ഓരോരുത്തർക്കും മനസ്സിലാകുന്ന തരത്തിൽ വേണ്ടത്ര ക്ലിയറായിട്ട്, ക്ലിയർലി ഇനഫ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. The teacher explained the lesson clearly enough for everyone to understand. He has enough money to buy the car. കാറ് വാങ്ങാൻ അദ്ദേഹത്തിന് വേണ്ടത്ര പൈസയുണ്ട്. ഹി ഹാസ് ഇനഫ് മണി. അതേസമയം ഹീ ഈസ് റിച്ച് ഇനഫ് ടു ബൈ ദ കാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിച്ച് ആണ്, ആ കാറ് വാങ്ങാൻ വേണ്ടത്ര റിച്ച് ആണ് എന്ന്. അപ്പോൾ റിച്ച് എന്നത് അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് റിച്ച് ഇനഫ്. മണി എന്നത് നൗൺ ആയതുകൊണ്ട് ഇനഫ് മണി. റൈസ്, റൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു നൗണാണ്. അപ്പോൾ റൈസിന് മുന്നിലാണോ അതല്ലെങ്കിൽ ഇനഫ് ഉപയോഗിക്കേണ്ടത് റൈസ് കഴിഞ്ഞിട്ടാണോ? റൈസ് ഇനഫ് ആണോ? അല്ല, ഇനഫ് റൈസ്. കെയർ, കെയർ എന്ന് പറയുന്നത് ശ്രദ്ധ. അത് വേർബായിട്ട് ഉപയോഗിക്കാം. ഇനി നൗൺ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ കെയർ നൗൺ. അപ്പോൾ ഇനഫ് കെയർ. ഇനി അതിൻ്റെ ഒരു അഡ്ജക്റ്റീവ് ഫോം കെയർഫുൾ, ശ്രദ്ധാപൂർവം. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് കെയർഫുൾ ഇനഫ് ആണ്. ഇനി അതിൻ്റെ ഒരു ആഡ്വേർബ് ഫോം ആണെങ്കിൽ കെയർഫുള്ളി എന്നല്ലേ? അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് കെയർഫുള്ളി ഇനഫ്. ഇനഫ് കെയർ, കെയർഫുള്ളി ഇനഫ്, കെയർഫുൾ ഇനഫ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പരിചയസമ്പത്ത്. ഇനഫ് എക്സ്പീരിയൻസ്. ടാൾ, ടാൾ ഇനഫ്. ക്ലീൻ, ക്ലീൻ ഇനഫ്. പീപ്പിൾ, ഇനഫ് പീപ്പിൾ. വേർഡ്സ്, നൗണാണ്, ഇനഫ് വേർഡ്സ്. റൂംസ്, ഇനഫ് റൂംസ്. ഈ സെൻറ്റൻസുകൾ നോക്കൂ. ഷീ ഹാസ് ഇനഫ് എക്സ്പീരിയൻസ്. ഷീ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇനഫ്. ഫസ്റ്റ് സെൻറ്റൻസിൽ ഇനഫ് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് എന്ന നൗൺ ആണ്, അതിന് മുന്നിൽ ഇനഫ് ഉപയോഗിച്ചു. ഷീ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇനഫ് എന്ന സെൻറ്റൻസിൽ എക്സ്പീരിയൻസ്ഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്, അതുകൊണ്ട് അഡ്ജക്റ്റീവ് ഇനഫിന് മുന്നിൽ ഉപയോഗിച്ചു. ഹി ഹാസ് ഇനഫ് ടൈം. ഹി ഈസ് ഫ്രീ ഇനഫ്. ഇവിടെ നോക്കൂ,
ഇനഫ് ടൈം, ടൈം എന്ന നൗൺ, ഇനഫ് അതിന് മുന്നിൽ ഉപയോഗിച്ചു. നെക്സ്റ്റ് സെൻറ്റൻസ് ഫ്രീ ഇനഫ്. ഫ്രീ എന്നാൽ അഡ്ജക്റ്റീവാണ്, അതുകൊണ്ട് ഇനഫിന് മുന്നിൽ ഉപയോഗിച്ചു. പക്ഷേ സെൻറ്റൻസിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. റൂമിന് വേണ്ടത്ര സ്പേസ് ഉണ്ട്. ദ റൂം ഈസ് സ്പേഷ്യസ് ഇനഫ്. ആ റൂം സ്പേഷ്യസ് ആണ്, വേണ്ടത്ര സ്പേഷ്യസ് ആണ്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെ. ഫസ്റ്റ് സെൻറ്റൻസിൽ സ്പേസ് എന്ന നൗണിന് മുന്നിൽ ഇനഫ് ഉപയോഗിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസിൽ സ്പേഷ്യസ് എന്ന അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഇനഫ് ഉപയോഗിച്ചു. ഇനി ഒരു ക്വിസ് ആവാം. ഡു യു തിങ്ക് ദ സൂപ്പ് ഈസ് ബ്ലാങ്ക്? ഇനഫ് ടേസ്റ്റി എന്നാണോ ടേസ്റ്റി ഇനഫ് എന്നാണോ വേണ്ടത്? ഡു യു തിങ്ക് ദ സൂപ്പ് ഈസ് ടേസ്റ്റി ഇനഫ്? ടേസ്റ്റി എന്നത് അഡ്ജക്റ്റീവാണ്. ഹി ഹാസ് ബ്ലാങ്ക് ടു ഡു ദ ജോബ്. ഹി ഹാസ് ഇനഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ടു ഡു ദ ജോബ്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നൗണാണ്. ദ ബനാനാസ് ആർ നോട്ട് ബ്ലാങ്ക് ടു ഈറ്റ് ഇറ്റ്. ദ ബനാനാസ് ആർ നോട്ട് റൈപ്പ് ഇനഫ്. റൈപ്പ് എന്ന അഡ്ജക്റ്റീവ്, അതുകൊണ്ട് ഇനഫ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചു. ബനാനാസ് ഒന്നും ആവശ്യത്തിന് പഴുത്തതല്ല എന്നാണ്, വേണ്ടത്ര പഴുത്തതല്ല. ദ പ്രൊഫസർ വാസ് നോട്ട് സ്പീക്കിംഗ് ബ്ലാങ്ക് ഫോർ എവരി വൺ ടു ഹിയർ. പ്രൊഫസർ സംസാരിച്ചിരുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ വിധത്തിലായിരുന്നില്ല, അത്ര വേണ്ടത്ര ഉച്ചത്തിലായിരുന്നില്ല എന്നാണ്. അപ്പോൾ ലൗഡ്ലി ഇനഫ്. ലൗഡ്ലി എന്നത് ആഡ്വേർബ് ആണ്. ഐ ഡിഡിൻറ്റ് ഹാവ് ബ്ലാങ്ക് ടു ഫിനിഷ് മൈ എസ്സേ. ഐ ഡിഡിൻറ്റ് ഹാവ് ഇനഫ് ടൈം. എനിക്ക് എസ്സേ ഫിനിഷ് ചെയ്യാൻ ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നില്ല. ലക്കിലി ദർ were ബ്ലാങ്ക് ഫോർ ഓൾ ദ ക്യാമ്പേഴ്സ്. എല്ലാ ക്യാമ്പേഴ്സിനും വേണ്ടത്ര ടെൻസ് ഉണ്ടായിരുന്നു, ഇനഫ് ടെൻസ്. യു ആർ ബ്ലാങ്ക് ടു ഗോ ടു സ്കൂൾ ടുഡേ. യു ആർ വെൽ ഇനഫ് ടു ഗോ ടു സ്കൂൾ ടുഡേ. വെൽ ഇനഫ്. വെൽ എന്നത് ഇവിടെ അഡ്ജക്റ്റീവാണ്. ഐ ആം ബ്ലാങ്ക് ടു ഈറ്റ് റൈറ്റ് നൗ. ഐ ആം ഹംഗ്രി ഇനഫ്. ഹംഗ്രി എന്നത് അഡ്ജക്റ്റീവ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ബ്ലാങ്ക് ഫോർ അനദർ ബുക്ക് കേസ്. എനിക്ക് തോന്നുന്നില്ല വേറൊരു ബുക്ക് കേസ് കൂടി വയ്ക്കാനുള്ള സ്ഥലമുണ്ടെന്ന്. അപ്പോൾ ഇനഫ് സ്പേസ്. സ്പേസ് എന്നത് നൗൺ. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഇനി ഇനഫ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക.